ചെറുപ്പക്കാരി തന്നെയാണ്. അത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും. അപ്പം അതിലെ ഒരു കഥാപാത്രത്തിന് നമ്മളെ സമൂഹത്തിൽ നമ്മൾ കാണുന്ന ഒരാളെയാണ് ഇതിലെ മെയിൻ ഒരു ക്യാരക്ടറായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. ആ വേഷമാണ് റാണി ചെയ്തത്. റാണി ചെയ്ത ആ വേഷം ഇത്രയും പെട്ടെന്ന് അത് സ്വീകരിക്കപ്പെട്ടത് എന്തുകൊണ്ടെന്നാൽ നമ്മുടെ മുമ്പിലുള്ള ഒരുപാട് പേരെ നമ്മളത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അത് നമുക്ക് അന്യമല്ല കഥാപാത്രം. ഈ സിനിമയിലെ മുഹൂർത്തങ്ങളും നിങ്ങൾക്ക് അന്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ 2 കൈ നീട്ടി സ്വീകരിച്ചത് പ്രേക്ഷകര്. ആ പ്രേക്ഷകരോട് തീരാത്ത നന്ദിയും കടപ്പാടും അറിയിക്കുന്നു, എന്റെയും എൻ്റെ കുടുംബത്തിന്റെയും. ദിലീപേട്ടന്റെ പ്രിൻസ് ആൻഡ് ഫാമിലിയിലാവട്ടെ, രാമലീലയിലാവട്ടെ, അതിലെ കഥാപാത്രങ്ങൾ പറയുന്ന ഓരോ ഡയലോഗുകളും ദിലീപ് എന്ന വ്യക്തി സമൂഹത്തോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളുണ്ടെന്ന് ആ കഥാപാത്രത്തിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ അത് യാദൃശ്ചികമായിട്ട് സംഭവിക്കുന്നതാണോ, അതോ ദിലീപ് എന്ന വ്യക്തി അത് ബോധപൂർവം ആ സമൂഹമായിട്ട് സംവദിക്കാൻ വേണ്ടി തന്നെ ഉള്ള ഡയലോഗുകളാണോ, അതിൽ ഓരോ കഥാപാത്രങ്ങളിലൂടെ വരുന്ന ഡയലോഗ് ഡെലിവറി? ഒരിക്കലുമില്ല. രാമലീല എന്ന് പറഞ്ഞ സിനിമ ചെയ്ത് ഫുൾ ഷൂട്ടിംഗ് തീർന്ന് ഫുൾ ഡബിങ് തീർന്ന സിനിമ. അതിനുശേഷമാണ് നിങ്ങൾ കണ്ടത് എൻ്റെ ജീവിതത്തിലുണ്ടായ വിഷയം. പക്ഷേ സിനിമയും റിയലും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഏതോ സംഭവിച്ച പോലെ അത് യാദൃശ്ചികമാണ്. അതിനെ കൂടുതൽ അറിയാനുള്ള ജിജ്ഞാസ പ്രേക്ഷകർക്ക് ഉണ്ടായത് ഇതിലേതാണ് റിയൽ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് അത് ചില അങ്ങനെ സംഭവിക്കുന്ന. ഒരിക്കലും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ സിനിമയിലൂടെ പറയാൻ ശ്രമിച്ചിട്ടില്ല. എൻ്റെ കഥാപാത്രം എന്ത് പറയുന്നു അതാണ് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത്, കഥാപാത്രം സംസാരിച്ചിട്ടുള്ളത്. അല്ലാണ്ട് മനഃപൂർവ്വം അത് എൻ്റെ ഈ റൈറ്റേഴ്സും സമ്മതിക്കില്ല. ഞാൻ വന്നിട്ട് ഇതും കൂടി കയറ്റിക്കോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ പറയുന്ന സാധനങ്ങൾ മുളച്ചു നിൽക്കുന്നത് തന്നെയാണ്. അതിന് ഫീൽ ഉണ്ടാവില്ല. അത് വേറൊരാളെ അടിക്കാൻ വേണ്ടി ഉപയോഗിക്കണം. ഇപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയും കാലം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 8 വർഷമായിട്ട് ഞാൻ പ്രസിന്റെ മുമ്പിൽ സംസാരിച്ചിട്ടില്ല സിനിമയെ കുറിച്ചല്ലാത്ത ഒരു വിഷയവും. കാരണം എനിക്ക് അതിനോട് സ്വാതന്ത്ര്യമില്ല. എനിക്ക് ഇന്നത് സംസാരിക്കാൻ പാടില്ല, ഇന്നത് സംസാരിക്കും. പക്ഷെ ദൈവം എനിക്ക് നിങ്ങളോട് സംസാരിക്കാവുന്ന ഒരു ദിവസം തരും. ആ ദിവസത്തിനെ നമുക്ക് കാത്തിരിക്കാം. അല്ല സിനിമയിലൂടെ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയില്ല. സിനിമയിലൂടെ പറയുന്നത് എൻ്റെ കഥാപാത്രം ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ആ സിനിമയിലെ സിറ്റുവേഷൻ ആവശ്യപ്പെടുന്നത് എൻ്റെ കഥാപാത്രം സംസാരിക്കുന്നുള്ളൂ. താങ്കളുടെ എല്ലാ സിനിമകളും നോക്കിയാലും ഒരു പ്രത്യേക രാഷ്ട്രീയമാണ്. അതായത് താങ്കളുടെ ഓരോരുത്തർക്കും ഓരോ വിധത്തിലുള്ള രാഷ്ട്രീയമായിരിക്കും പറയുന്നത്. ഇപ്പം ക്യൂവിലായാലും ശരി, മലയാള ഫ്രം ഇന്ത്യയിലും ശരി, ജനഗണമനയിലും ശരി, പ്രിൻസിലായാലും ശരി, ഒരു പ്രത്യേക രാഷ്ട്രീയമുണ്ട്. അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയാണ്, സൊസൈറ്റി എനിക്ക് ഒരു പ്രതിഷേധം പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും അങ്ങനെയാണോ? അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 5-6 വർഷമായിട്ട് അറിയുന്ന ബിൻഡോ സ്റ്റീഫൻ എന്ന സംവിധായകൻ, ബിൻഡോയുടെ ലൈഫിൽ നിന്നാണ് എനിക്ക് പ്രിൻസിനെ കിട്ടുന്നത്. അതാണ് എൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ്. അല്ലാതെ നമ്മൾ എഴുത്തിൽ വരുന്ന നമ്മളൊരു സാമൂഹിക ജീവിയാകുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നത് എവിടേക്കോ വന്നു പോകുന്നതാണ്. ഇന്നതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു എഴുതിയിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് എവിടെയോ സിനിമയോട് വല്ലാതെ ഒരു ഹെയ്റ്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ആ ട്രെയിലറിന്റെ ലാസ്റ്റ് വെച്ച് സേ നോ ടു ഹെയ്റ്റ്, സേ യെസ് ടു സിനിമ. നമ്മളൊരു സിനിമ ചെയ്തത് മോശമായാൽ അത് മോശം സിനിമ മാത്രമാണ്. അത് വെറുക്കപ്പെടേണ്ട ഒരു സിനിമയല്ല. ഒരു കുട്ടി ഒരു പരീക്ഷ എഴുതി തോറ്റാൽ അത് തോറ്റ ഒരു വിദ്യാർത്ഥി അല്ലാണ്ട് വെറുക്കപ്പെട്ടവനാണ് എന്ന് തൊട്ടാണ് സിനിമയിൽ അഭിനയിക്കുന്ന മഹാനടന്മാരോട്, അതുല്യ സംവിധായകരോടൊക്കെ വെറുപ്പ് വന്നു തുടങ്ങിയത്. നിങ്ങൾ ആലോചിക്കേണ്ടതല്ലേ അല്ലേ? നമ്മള് മഹാനടന്മാർ എന്ന് പറഞ്ഞ് നമ്മൾ ആദരിക്കുന്ന, മനസ്സിൽ കൊണ്ടു നടക്കുന്ന കലാകാരന്മാരോട് എന്ന് തൊട്ടാണ് അവരിന്മേൽ വെറുപ്പ് ഉൽപ്പാദിക്കാൻ തുടങ്ങിയത്. ആ വെറുപ്പിന് തടയിട്ടിരിക്കും. ഈ പറയുന്ന ഈ സിനിമയിൽ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന അതാണ്. ആ വെറുപ്പ് അതുല്യ നമ്മളൊക്കെ ഇവിടെ ഒരുമിപ്പിക്കുന്ന എന്താണ്? ജാതിയോ മതമോ ലിംഗമോ വർണ്ണമോ ഒന്നുമില്ല, സിനിമയാണ്. എനിക്ക് 100% ഉറപ്പ് പറയാൻ പറ്റും. അപ്പുറത്ത് ഒരു മിനിസ്റ്ററിന്റെ പത്രസമ്മേളനം കവർ ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് ഉത്സാഹത്തോടെ നിങ്ങളെല്ലാം ഇവിടെ വന്നിരിക്കും. അത് സിനിമയോടുള്ള സ്നേഹമാണ്. നമ്മളൊക്കെ ഒരു വർഷം ലിസ്നറിന്റെ ഓഫീസിൽ ഞാൻ കരഞ്ഞിട്ടുണ്ട്. ലിസ്നറിന്റെ ഓഫീസിൽ ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഈ സിനിമയുടെ കാര്യങ്ങളിൽ ഒരുമിച്ച് ഞാൻ ലിസ്നറിനൊക്കെ ഒരുമിച്ച്
ഞങ്ങളുടെ ഒരു വർഷത്തെ അധ്വാനം, ഈ ടീമിന്റെ ഒരു വർഷത്തെ അധ്വാനം ഒരാളുടെ 5 മിനിറ്റോ 10 മിനിറ്റോ റിവ്യൂവിൽ പണയം വെക്കാൻ ഞങ്ങൾ റെഡിയല്ല. ആ റെഡിയല്ല എന്നുള്ളതിന്റെ മറുപടിയാണ് ഓൾ കേരളയിൽ ഈ പറയുന്ന ജനങ്ങൾ വന്നിട്ട് തിയേറ്ററിൽ കാണുന്നത്. അത് ഇനി അങ്ങോട്ട് ഇനിയെങ്കിലും, ഞാൻ ഈ സിനിമ വെച്ചിട്ടല്ല പറയണം, ഐ നോ ഐ ആം പ്ലെഡ്ജിങ് മൈസെൽഫ്. എനിക്ക് സംഭവിക്കുന്നത് എന്തോ ആവട്ടെ, സിനിമ ഇല്ലെങ്കിൽ നെറ്റ് ക്വാളിഫൈഡ് അധ്യാപകനാണ്, ഞാൻ കോളേജിൽ പഠിപ്പിക്കാൻ പോകും, അല്ലെങ്കിൽ മൊനപ്പം ഹാർബറിൽ മീൻ ചോക്കാൻ പോകും. പക്ഷെ ഈ വെറുപ്പിൽ നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല. ഈ വെറുപ്പ് ഇവിടെ തീരണം. എനിക്ക് ലാൽ സാർ എന്ന മഹാനടനെ വെച്ച് ലിജോ ജോസ് പെല്ലിശ്ശേരി സാർ ഒരു പടം ചെയ്തിട്ട് ഞാൻ ആ സിനിമ മലയക്കൊട്ട വാല്യം കണ്ടു വരുമ്പോൾ ഞാൻ കാണുന്നത് ലിജോ സാർ നടത്തുന്ന പ്രസ് മീറ്റാണ്. ഇതിൽ അദ്ദേഹം പറയാണ്, എന്തിനാണ് ഇത്രയധികം ഹെയ്റ്റ് ഒരു സിനിമയോട്? ചിന്തിക്കേണ്ട വാക്കുകളില് എന്തിനാണ് ഒരു സിനിമയോട് ഇത്രയധികം ഹെയ്റ്റ്? ഇഷ്ടമായില്ലെങ്കിൽ ഇഷ്ടമായില്ല, അത് പറയാലോ. റെസ്പെക്ട് വിട്ടിട്ട് ഒന്നിനും ഈ ഫ്രട്ടേണിറ്റി, നമ്മളൊക്കെ ഒരു ഫ്രട്ടേണിറ്റിയാണ്. ആ ഫ്രട്ടേണിറ്റി നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല. മലയാള സിനിമയിൽ വി ഓൺ ദ റെസ്പെക്ട്. നമ്മളെല്ലാവരും വി ആർ ഹംബിൾഡ് ബൈ ദ സക്സസ്. ആ സക്സസ് ഈ ഹെയ്റ്റിനെതിരെയാണ്. അതുകൊണ്ട് ഒന്നുകൂടെ പറയുന്നു, സേ നോ ടു ഹെയ്റ്റ്, സേ യെസ് ടു സിനിമ. സേ നോ ടു ഹെയ്റ്റ്, സേ യെസ് ടു സിനിമ. ഈ സിനിമയില് റിലീസിന്റെ തലേ ദിവസം എല്ലാ റിവ്യൂവേഴ്സിനെയും എല്ലാവരെയും പേഴ്സണലി വിളിച്ചിട്ട് ഈ സിനിമ കാണണം എന്ന് പറഞ്ഞ ആളാണ് ഞാൻ. കാരണം ഞങ്ങളുടെ ബേബിയാണ്. ഇവിടെ ഇരിക്കുന്ന പലവരെയും ഞാൻ വിളിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ ബേബിയാണ്. പക്ഷെ ഒരിക്കൽ പോലും നല്ലത് പറയണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പടച്ചവൻ സത്യം. എന്റർടൈൻമെന്റ് കിഴിയിലെ ജിനേഷിനെ നിങ്ങൾ വിളിച്ചു ചോദിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, ഈ സിനിമ കാണണം, സിനിമയെ കുറിച്ച് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അത് പബ്ലിക്കായിട്ട് ഓൺ ക്യാമറ പറയണം. ഓൺ ക്യാമറ. ഇത് ഞങ്ങളുടെ ഔദാര്യമൊന്നുമല്ല, അത് റൈറ്റാണ്, മീഡിയയുടെ റൈറ്റാണ്. പക്ഷെ ഈ പറയുന്ന വെറുപ്പിന്, അപ്പൊ ജിനേഷിനോട് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് നിങ്ങൾക്ക് വിളിച്ചു കേട്ടോ. ഇവരൊക്കെ ജീവിച്ചിരിക്കുന്നവരാണ്, മീഡിയയിൽ വർക്ക് ചെയ്യുന്നവരാണ്. സീക്രട്ട് ഏജന്റിലെ സായിനെ വിളിച്ച് പലവരെയും നമ്മൾ വിളിച്ചിട്ടുണ്ട്. അവരോടൊക്കെ നമ്മൾ പറയുന്നത് എന്താണ്, പബ്ലിക്കായിട്ട് നിങ്ങൾ വിമർശിച്ചോ, പക്ഷെ ഈ വെറുപ്പിന് ഇനി മുതൽ ഞങ്ങൾ നിന്ന് കൊടുക്കില്ല. സിനിമ ആസ് എ ഫ്രട്ടേണിറ്റി വി വിൽ സ്റ്റാൻഡ് അഗെയിൻസ്റ്റ് ഹേറ്റ്, വി വിൽ സ്റ്റാൻഡ് ഫോർ സിനിമ. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, താങ്കളിപ്പോൾ പറഞ്ഞു വെച്ചത് താങ്കൾ അഭിനന്ദിക്കുന്നു, താങ്കളുടെ പേനകൾ ഇനിയും ചലിക്കണം, ഒരു മാറ്റം, ഇനിയും ഇങ്ങനെ പേനകൾ ചലിക്കണം. താങ്കളിലേക്ക് ചില ആളുകൾ താങ്കളെ കുറ്റപ്പെടുത്തി പല ഇതിനു മുമ്പ് സിനിമയിലേക്കൊക്കെ വരുന്നുണ്ട്, താങ്കളിലേക്കും ഒരു വെറുപ്പിടുന്നു. എന്താണ് ഈ സമൂഹം ഇങ്ങനെ ചെയ്യുന്നത്? ഇപ്പൊ പറഞ്ഞാൽ കറക്റ്റാണ്, പക്ഷെ താങ്കൾ ഇനി എഴുതിക്കൊണ്ട് തന്നെ ഇരിക്കണം. താങ്കളുടെ കഥകൾ അത്രയ്ക്ക് കാമ്പുള്ള കഥകളാണ് സിനിമകളെല്ലാം ആയിരിക്കും. ജനങ്ങളെ ഒറ്റൊന്നും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന്റെ ആഴത്തിൽ തട്ടുന്ന കഥകളാണ്. താങ്കൾ ഇപ്പം പറഞ്ഞു ലിസ്റ്റിന്റെ ഓഫീസിൽ നിന്ന് ഒറ്റയ്ക്ക് തറഞ്ഞിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്, താങ്കളുടെ കണ്ണുനീര് ഞാൻ കണ്ടിട്ടുണ്ട്. ആ കണ്ണുനീരിന്റെ ഫലമാണ് ഈ സിനിമ ഇത്രയും വിജയമായ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനിയുള്ള കഥകൾ എഴുതുമ്പോഴും പല കാര്യങ്ങൾ ആലോചിക്കേണ്ടി വരും. സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും താങ്കളുടെ മനസ്സിലുണ്ട്. അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എഴുതണമെന്ന് താങ്കൾക്ക് തോന്നിയിട്ടുണ്ട്? ഹൈദർക്ക്, അത് നമ്മളുടെ ഒരു അടുത്ത സിനിമ എവിടെ നിന്നാ വരിക നമുക്കറിയില്ല. നമുക്ക് എവിടെ നിന്നാണ് അടുത്തൊരു ഇത് കിട്ടുക നമുക്കറിയില്ല. പക്ഷെ ഞാൻ ഈ പറയുന്നത് എന്റെ സിനിമ ഞാൻ ഇറലവന്റ് ആണ്. ഹൈദർക്ക്, ഞാൻ ഇറലവന്റ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ 100 വർഷമായിട്ടുള്ള ഇൻഡസ്ട്രിയുടെ കാര്യം പറയണം. ആ ഇൻഡസ്ട്രിയിലെ ഞാൻ ആരാധിക്കുന്നവരോട് എനിക്ക് വെറുപ്പ് സഹിക്കില്ല. ഇതൊക്കെ എനിക്ക് സഹിക്കില്ല. ലാൽ സാറിനെ മോശമായിട്ട് പറയുമ്പോൾ എനിക്ക് സഹിക്കില്ല. മമ്മൂക്കാനെ മോശമായിട്ട് പറയുമ്പോൾ ദിലീപിനെ പറഞ്ഞ എനിക്ക് ഒരിക്കലും സഹിക്കില്ല. കാരണം ദിലീപ് ഫാൻ. ഞാൻ പബ്ലിക്കായിട്ട് ഞാൻ പറയുന്നത്, ഞാൻ ഇവിടെ നമ്മൾ വേറെ ഇതിലേക്ക് പോകും. ഞാൻ ഈ പറയുന്നൊന്നും പ്ലീസ് ആസ് എ റൈറ്റർ നിങ്ങൾ എടുക്കരുത്. സിനിമയെ സ്നേഹിക്കുന്ന നിങ്ങൾ ഒരാളായിട്ട് പറയണത് പ്ലീസ്. അത് അതിനെ വേറൊരു കോണ്ടെക്സ്റ്റിലായി പോയത്. നമുക്ക് അടുത്ത സിനിമ എവിടെ നിന്നാ വരുമെന്ന് അറിയില്ല. എന്റെ അടുത്ത സിനിമ വിജയോ പരാജയം. ഐ എം ഇറലവന്റ്. സിനിമയോട്, ആർട്ടിസ്റ്റിനോട്, ഡയറക്ടർ, സിനിമയോട് റെസ്പെക്ട് വേണം. ഒരു മിനിറ്റ്, സോറി, ഞാൻ ഇടയിൽ ഇപ്പൊ ഷാരിസ്ക പറഞ്ഞു വെച്ചുകൊണ്ട് ഞാനിപ്പം പറയാണ്. ഇതിപ്പോ എന്റെ 2ാമത്തെ ചിത്രമായിട്ടുള്ളൂ. അപ്പൊ നമ്മൾ വരുന്ന ആർട്ടിസ്റ്റുകൾക്ക് സത്യം പറഞ്ഞ പേടിയാണ്. ഇത്തരത്തിലുള്ള റിവ്യൂവേഴ്സിനെയും സിനിമയെ പറ്റി നമ്മൾ കണ്ടിട്ട് കൂടിയില്ല ആൾക്കാര് അങ്ങനെയുള്ളവർ കൂടി മോശം പറയുമ്പോൾ നമുക്കൊക്കെ, നമ്മൾ ഈവൻ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാണ്. അപ്പോഴേ നമ്മൾ ചിന്തിക്കും, അയ്യോ ഇത് ആൾക്കാർ ഇതിനെ പറ്റി മോശം പറയും. അങ്ങനെയാണ് ആദ്യം ചിന്ത പോകുന്നത്. എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മൾ റിവ്യൂവേഴ്സിന്റെ യൂട്യൂബ് വീഡിയോസും എല്ലാം നമ്മൾ കാണുന്നുണ്ട്. ടോട്ടലി ഒരു പടത്തിനെ മൊത്തത്തിൽ വലിച്ചു കയറുക, സീൻ ബൈ സീൻ നമ്മൾ അതിനെ ഹെയ്റ്റ് പറയുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ പറയുന്ന റിവ്യൂസ് ആൾക്കാർ കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ റിവ്യൂ സത്യമാണോ? അപ്പൊ നിങ്ങളൊരു പടത്തിനെ കുറിച്ച് മോശം പറയുകയാണെങ്കിൽ അത് സത്യമാണോ എന്നുള്ളത് കൂടി നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്.
കാരണം എന്തോ ആയിക്കോട്ടെ, നല്ലതിന് നല്ലതിനും മോശത്തിന് മോശം തന്നെ പറയണം, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. എല്ലാ സിനിമകളെയും നല്ലതെന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷേ നമ്മളുടെ ഓരോരുത്തരുടെയും കഷ്ടപ്പാട് ഇതിന് പിന്നിലുണ്ട്, അതും കൂടി ഓർക്കുക. ഷാരിസ്ക പറഞ്ഞ പോലെ ഇപ്പൊ മലയക്കോട്ടെ വാലിബന്റെ കാര്യം പറഞ്ഞു. എനിക്ക് പറയാനുള്ളത്, ആ സിനിമ എനിക്ക് അറിയില്ല, ഞാൻ ആ സിനിമ തിയേറ്ററിൽ പോയിട്ട് തന്നെ കണ്ട് ആസ്വദിച്ച ഒരാളാണ്, ലാലേന്റെ ഫാൻ കൂടി ആയതുകൊണ്ട്. പക്ഷെ അത് മാത്രല്ല, ആ മൂവി വളരെ നാടകീയമായിട്ട് ഒരു തിയേറ്റർ ബേസ് ഉള്ള ഒരു മൂവി ആയതുകൊണ്ടായിരിക്കാം എനിക്കറിയില്ല, ഒരുപാട് സാധാരണ ജനങ്ങൾക്കൊന്നും അത്ര ഡൈജസ്റ്റ് ആയില്ല. പക്ഷെ ഒരു ഹെയ്റ്റ്, ഒരു വെറുപ്പ് കൊടുക്കാൻ തക്ക വിധത്തിലുള്ള ഒരു മൂവി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ പടത്തിന് ഈ പറയുന്ന പോലെ ബാഡ് റിവ്യൂസ് വരുമ്പോൾ എനിക്ക് അറിയില്ല, ഈ വളരെ മോശമായിട്ട് തന്നെ പറയണം. കാരണം അത്രയും വെറുപ്പ് തന്നെ, ഷാരിസ്ക പറഞ്ഞ പോലെ വെറുപ്പാണ് ആ ഒരു റിവ്യൂ വീഡിയോസിലൂടെ നമ്മൾ കേൾക്കുന്നത്. അത്തരത്തിൽ മോശം പറയാനുള്ളതാണോ ഈ സിനിമ എന്ന് നമ്മൾ ചിന്തിക്കണം. കാരണം മറ്റൊരാളുടെ അഭിപ്രായം നമ്മൾ ഒരിക്കലും കടമെടുക്കരുത്. നമ്മൾ തന്നെ സിനിമ പോയി കണ്ട് നമ്മുടേതായ ഒരു അഭിപ്രായം ഉണ്ടാവണം. അഭിപ്രായം പറയുമ്പോഴും അതിൽ ഒരു തന്മയത്വം ഉണ്ടാവണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. താങ്ക് യു. മലയാള സിനിമയിലെ ലിസ്റ്റിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയപ്പെടുന്ന ഒരു പ്രൊഡ്യൂസറാണ്. അത് ഒരുപാട് ചിത്രങ്ങൾ മലയാളികൾക്ക് നൽകിയിട്ടുള്ള ഒരു പ്രൊഡ്യൂസറാണ്. പക്ഷെ പലപ്പോഴും താങ്കളെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. കാരണം ഇപ്പൊ കഴിഞ്ഞ ദിവസം സാന്ത്ര തോമസിന്റെ പോസ്റ്റ് കണ്ടായിരുന്നു. അപ്പം അതിനെപ്പറ്റി എന്താണ് പറയുക? കാരണം വെച്ചാൽ താങ്കൾ മലയാള സിനിമയെ വാഴ ശ്രമിക്കുന്നു, മറ്റുള്ള പ്രൊഡ്യൂസേഴ്സിന് അവസരങ്ങൾ നഷ്ടപ്പെടും, ഈ ഇൻവെസ്റ്റേഴ്സ് വരുന്നില്ല എന്നൊരു ഇതൊക്കെ നന്നായിരുന്നു. എന്താണ് പറയുന്നത്? ശരിക്കും അല്ല, ഞാൻ ഓൾറെഡി അത് പറഞ്ഞായിരുന്നു. കാരണം ഞാൻ സിനിമയെ സ്നേഹിക്കുന്ന ആളാണ്, ഞാൻ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്, ഞാൻ ബിസിനസ് ചെയ്തുകൊണ്ടിട്ടേ ഇരിക്കും. നമ്മളിപ്പോ ഒരു ബൈക്ക് ഇങ്ങനെ വണ്ടി റോഡിലൂടെ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിട്ട് പോയിക്കൊണ്ടിട്ട് ഇരിക്കുമ്പോൾ കാറ്റ് ഈ വശത്തേക്ക് വരും, നമ്മൾ മുഖത്തടിക്കും, ഇങ്ങനെ മുടികളെല്ലാം ഇങ്ങനെ ചെതറിപ്പോകും. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മുടിയൊക്കെ ചീവി നല്ല പക്കയായിട്ടൊക്കെ ഇറങ്ങിയിരിക്കുന്നത്, കാറ്റടിക്കുമ്പോൾ അതിങ്ങനെ പല വശത്തേക്ക് പോകും. പിന്നെ നമ്മൾ ആ ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒന്നുകൂടെ മുടി റെഡിയാക്കി വെക്കണമെന്നേ ഉള്ളൂ. ഇങ്ങോട്ട് പോകുമ്പോൾ പലതരം കാറ്റുകൾ വരും, നമ്മളത് ഫേസ് ചെയ്തുകൊണ്ടിട്ട് തന്നെ പോകണം. ഇവര് പ്രൂവ് ചെയ്യണം, മനസ്സിലായോ? നമ്മൾ ഓരോ സിനിമകളും റിസ്ക്കാണ്. ഇപ്പൊ ഈ സിനിമ ഇത്രയും കോടിക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നു. ഈ സിനിമ ഇത്രയും റിസ്ക് എടുത്തിട്ട് ഈ സിനിമ നമ്മൾ ജനങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ പല ആൾക്കാർ പലതരത്തിലുള്ള കാര്യങ്ങളെയും പറയുന്നു. ഇതിനെല്ലാത്തിനും നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അവരവരുടെ ആ അപ്പോഴത്തെ ഒരു ദേഷ്യത്തിനോ അവരുടെ അപ്പോഴത്തെ ഒരു ഫീലിങ്സിനോ പല കാര്യങ്ങളും പറയുന്നുണ്ടാവും. നമുക്ക് അതിൻ്റെ അകത്ത് പ്രശ്നമില്ല. പക്ഷേ ഇങ്ങനെ പ്രശ്നമില്ല അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ലൈസൻസ് ഇല്ലാത്ത ഒരു ഇതിലേക്ക് പൊക്കോണ്ടിട്ടിരിക്കുകയാണ്. കാലം ഒരു മാറ്റം ഇതിന് കൊണ്ടുവരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഞാനും ഈ ഇൻഡസ്ട്രിയിൽ നിന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, സിനിമയെ മാത്രം സ്നേഹിക്കുന്ന ഒരാളാണ്. സിനിമ മാത്രമാണ് നമ്മുടെ സ്വപ്നം. നമ്മളിപ്പോൾ 4-5 സിനിമകൾ എടുത്തു വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ഷൂട്ട് നടന്നുകൊണ്ടിട്ടിരിക്കുന്നുണ്ട്. ചിലപ്പോൾ 2 സിനിമ വിജയിക്കും, 3 സിനിമ പരാജയപ്പെടും. വീണ്ടും നമ്മളൊരു അവസാനം ഇതിന്റെ ബാലൻസ് ഷീറ്റ് നോക്കിയാൽ മതി. നമ്മളിപ്പോൾ എല്ലാ സിനിമയും വിജയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മജീഷ്യൻ അല്ലല്ലോ. മജീഷ്യന്മാരുടെ പോലും മജീഷ്യൻ പരിപാടികൾ എത്രയോ സ്ഥലത്ത് ഫ്ലോപ്പ് ആയിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇതിലൊന്നും വലിയ കഥയില്ലാത്തൊരു കാര്യമാണ്. നമ്മൾ പോയിക്കൊണ്ടിട്ടേ ഇരിക്കും, നമ്മൾ വണ്ടി ഓടിച്ചോണ്ടിട്ടേ ഇരിക്കും, കഥ നിൽക്കത്തില്ല. എന്ന് എന്റെ പൈസ ഉണ്ടോ അല്ലെങ്കിൽ എനിക്ക് പൈസ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന കാലഘട്ടം വരെ ഞാൻ സിനിമ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിട്ടേ ഇരിക്കും. അതെന്റെ ലക്ഷ്യമാണ്. അതിപ്പോ ആസ് എ പ്രൊഡ്യൂസർ ഞാൻ ചോദിക്കുക, ഇപ്പൊ അസോസിയേഷൻ മെമ്പർ ആയിട്ടൊന്നുമല്ല, പ്രൊഡ്യൂസർ എന്നല്ല ചോദിക്കുക. അപ്പൊ ഓരോ മാസം പ്രൊഡ്യൂസേഴ്സ് ഇങ്ങനെ ഇത് കളക്ഷൻ അക്കൗണ്ടുകൾ വരുന്നുണ്ടല്ലോ, ശരിക്കും പേടിയുണ്ടോ? എനിക്കൊരു പേടിയില്ലല്ലോ. എന്റെ സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ട് വരുമല്ലോ, എല്ലാവരുടെയും സിനിമകളിലും വരുമല്ലോ. അതൊരു കൂട്ടായ തീരുമാനമാണ്. ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്ന് വിശ്വസിക്കണം. കാരണം കേരളത്തിലെ മാത്രം കണക്കുകളാണ് വെളിയിടുന്നത്. ഒരു പ്രൊഡ്യൂസറിന് പക്ഷെ ലാഭം ഉണ്ടാവുന്ന അല്ല, ഇങ്ങനെ ഒരു കണക്ക് പുറത്തു വിടുമ്പോൾ പുറത്തുനിന്ന് ഇൻവെസ്റ്റ് കുറെ പേര് ഇങ്ങനെ വാർത്തകൾ വന്നിട്ടുണ്ട്. പുറത്തുനിന്ന് സിനിമയിലേക്ക് ആഗ്രഹിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ വന്നവരും ഒരു ബാക്കൗട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ ഒരു എന്താ പറയുക, പ്രവണത മലയാള സിനിമ വളരുന്ന ആ ഒരു സ്റ്റേജിൽ തളർത്തുന്ന പോലെ അല്ലേ? അല്ല, ഞാൻ ആക്ച്വലി പൊൻസാൻ ഫാമിലിയുടെ പ്രസ് മീറ്റിലാണ് ഇത്. പക്ഷെ ഇത് പറയേണ്ട ഒരു കാര്യമില്ല. എന്നാലും ഞാൻ പറയുന്നത് അത് ഒരു കോമൺ ആയിട്ട് കമ്മിറ്റിയുടെ തീരുമാനമാണ്. ഇപ്പൊ ഞാൻ പ്രൊഡ്യൂസർ അസോസിയേഷന്റെ ട്രഷററാണ്. എനിക്ക് ചിലപ്പം ഈ അഭിപ്രായത്തോട് ചിലപ്പോൾ ഒരു വിയോജിപ്പുള്ള ഒരാളായിരിക്കാം. പക്ഷെ എന്റെ മാത്രം വ്യക്തിപരമായിട്ടൊരു തീരുമാനം അവിടെ എടുക്കാൻ പറ്റത്തില്ല. 21 പേരും സെലക്ടഡ് ആണ്. അപ്പൊ ആ 21 പേരിൽ നിന്നുള്ള കോമൺ ആയിട്ടുള്ള, അല്ലെ, ഒരു അമ്മ അസോസിയേഷൻ ആയിട്ടാണെങ്കിലും അവർക്ക് കോമൺ ആയിട്ട് ഒരു തീരുമാനമുള്ളൂ. ഏത് അസോസിയേഷൻ ആണെങ്കിലും പാസ്സാക്കാനായിട്ട് പറ്റുള്ളൂ. ഒരു പക്ഷേ അത് ചിലപ്പോൾ കൂടുതൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇനി വരും മാസം മുതൽ അത് ചിലപ്പോൾ നിർത്തിയേക്കാം. എന്റെ എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ ആ കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുണ്ട്.
ഞാൻ എനിക്കത് പബ്ലിക്കായിട്ട് പറഞ്ഞിട്ട് ലിസ്റ്റിന് ഇങ്ങനെയാണല്ലോ, ഇനി വേറൊരു അസോസിയേഷന്റെ ഒരു മീറ്റിംഗ് വരുമ്പോൾ നിങ്ങൾ തന്നെയാണ് വരാനുള്ളത്. അപ്പൊ പറയും നിങ്ങളുടെ ഇടയിലുള്ള ലിസ്റ്റിംഗ് ഷീപ്പിൽ ഇങ്ങനെയാണല്ലോ പറഞ്ഞതെന്ന് ചോദിച്ചിട്ട് എനിക്കിട്ട് പണി തന്നിട്ട് എന്ത് കാര്യം? നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ എന്ത് കൊടുക്കും? ഞാൻ ചേട്ടാ ബൈക്കിലൊക്കെ പോകുമ്പോഴേ പെട്രോൾ അടിക്കണം പോവല്ലേ ബൈക്കിൽ. താങ്ക് യു. നമ്മൾ അടുത്ത 2-3 ചോദ്യത്തിൽ വൈൻഡപ്പ് ചെയ്യുന്നതായിരുന്നു. നായികയുടെ അടുത്താണ്, നായികയുടെ ഡാൻസർ ആണെന്നാണ് പറഞ്ഞത്. വ്യത്യസ്തമായ കഥാപാത്രമാണ്, പ്രതീക്ഷിക്കാത്ത ഒരു കഥാപാത്രമാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഒരു ഡാൻസർ ആണെന്ന് പറയുമ്പോൾ കലാമണ്ഡലത്തിന്റെ ഒരു വലിയൊരു താങ്കളെ വേറൊരു കഥാപാത്രം ചെയ്യാമെന്നൊക്കെ താങ്കൾക്ക് എത്രമാത്രം റിസ്ക് ഉണ്ട്? അതിന്റെ ഒരു റെഫറൻസ് ഉണ്ടല്ലോ, ഈ നമ്മൾ ബ്ലോഗേഴ്സ് ഒത്തിരി കാണാറുണ്ട്. അതെങ്ങനെയാണ് എന്നൊന്ന് പറയും. ഓണസ്റ്റ്ലി ഈ പടത്തിന് എന്നോട് ഷാരിസ് ചേട്ടനാണെങ്കിലും യൂട്യൂബറാണെന്ന് പറയുമ്പോഴും എൻ്റെ അടുത്ത് റെഫറൻസ് ഒന്നും നോക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിക്കോസ് നമ്മളൊരു പടം ചെയ്യുമ്പം ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരാളിനെ കാണിക്കില്ലല്ലോ. ദിസ് ഇസ് എ ഡിഫറെൻറ്റ് ക്യാരക്ടർ. സോ എനിക്ക് പേഴ്സണലി ഇത് ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെതായ രീതിക്കാണ് ചെയ്തത്. ഞാനാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് യൂട്യൂബിലില്ല. എനിക്ക് യൂട്യൂബ് ചാനൽ എങ്ങനെ തുടങ്ങാൻ പോലും മര്യാദയ്ക്ക് അറിയില്ല. ജസ്റ്റ് പുട്ടിങ് ദ വീഡിയോസ് അത്രേ അറിയുള്ളൂ. അപ്പോൾ പേഴ്സണലി ഇപ്പോൾ ഡാൻസ് റിലേറ്റഡ് ആയിട്ട് ഇതിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ രണ്ടും സിനിമ കഥാപാത്രം അവതരിപ്പിക്കുന്നതും നൃത്തത്തിൽ കഥാപാത്രം അവതരിപ്പിക്കുന്നതിനും നല്ല ഡിഫറൻസ് ഉണ്ട്. പക്ഷെ ഓൾ അബൌട്ട് നമ്മൾ എങ്ങനെ ആ എനർജി ക്യാരി ചെയ്യുന്നത് എനിക്ക് പേഴ്സണലി അങ്ങനെ വലിയ ഡിഫിക്കൽട്ടായിട്ട് തോന്നി എന്ന് പറയാൻ പറ്റൂല. പക്ഷെ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ ഒരു പവറും എനർജി ആ ക്യാരക്ടർ കാണുമ്പോൾ മനസ്സിലാകും. അപ്പൊ എനിക്ക് ഏതൊക്കെയോ പോയിന്റിൽ തോന്നിയിട്ടുണ്ട് ഡാൻസ് ഉള്ളത് കൊണ്ട് ആണ് എനിക്കിത് എത്രയെങ്കിലും ചെയ്യാൻ പറ്റുന്നത്. ബിക്കോസ് നമ്മുടെ ഒരു ഫിസിക്കൽ ഫോം വെച്ചിട്ട് ആ ഒരു കഥാപാത്രത്തിന്റെ എനർജി ഹോൾഡ് ചെയ്തിട്ട് ഇത് മറ്റുള്ളവർക്ക് ഇതാണ് ഞാൻ ചെയ്യുന്നത് എന്ന് മറ്റുള്ളവരെ ഫലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് ഈസി. സോ എനിക്ക് പേഴ്സണലി ഇതിനൊരു റെഫറൻസ് ഇല്ലാണ്ട് ഞാൻ എൻ്റെതായ രീതിക്ക് എങ്ങനെയാണോ എനിക്ക് റൈറ്ററും ഡയറക്ടറും എങ്ങനെയാണോ എൻ്റെ അടുത്ത് ഇങ്ങനെയാണ് ഈ കഥാപാത്രം വേണ്ടത്, എത്ര മീറ്ററിലാണ് ഇതിന്റെ എനർജി ക്യാരി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു, അത് ഞാൻ ഡെലിവർ ചെയ്തു. ആൻഡ് ദേ ആർ ആക്ച്വലി എവറി സെക്കൻഡ് ഓഫ് എനിക്ക് 99% ഓഫ് എവറി ഷോട്ട് വാസ് കംപ്ലീറ്റഡ് ഇൻ 1 to 2 ഷോട്ട്സിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ദേ ആർ ആക്ച്വലി ഹാപ്പി അത് പെർഫോമൻസ് ചെയ്യുമ്പോൾ തന്നെ. ആൻഡ് ഐ എം ട്രൂലി ഹാപ്പി. ഇത് എനിക്ക് ഏറ്റവും പൂർണ്ണമായിട്ടും സെറ്റിൽ തന്നെ തൃപ്തി കിട്ടിയെങ്കിലും ഇത് ഓഡിയൻസ് സൈഡിലേക്ക് വന്നപ്പോൾ ഓഡിയൻസ് സൈഡിൽ നിന്നുള്ള റിസപ്ഷൻ കണ്ടപ്പോൾ ഐ ഫീൽ മോർ ഗുഡ്. ബിക്കോസ് എല്ലാവർക്കും അത് ഇഷ്ടമെന്ന് പറഞ്ഞു. എനിക്ക് ഓൾ എബോ ഒരു കാര്യം കൂടെ പറയാനാണ്. ഇന്നലെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഭയങ്കര ഹാപ്പി ആയതെന്താന്ന് പറഞ്ഞാൽ ഇത്രയും സോഷ്യൽ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് ജനങ്ങളിലേക്ക് ഇടുമ്പോൾ ഇതെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്ന അറിയില്ലല്ലോ. പക്ഷെ ഇതിനൊരു പോസിറ്റീവ്, അതായത് ഇത്രയും ഡെട്രിമെന്റലി ഒരു മൊത്തത്തിലൊരു സൊസൈറ്റിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നെഗറ്റീവ്ലി എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ജനങ്ങൾ ഇത്രയും ഏറ്റെടുത്തത്. സോ ഇറ്റ് ഈസ് കോമൺലി ജനങ്ങളുടെ അഭിപ്രായമാണ്. ദേ ആർ ആക്ച്വലി ലൈക്കിംഗ് ദിസ് ബിക്കോസ് ദിസ് ടോപ്പിക് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഡിസ്കഷൻ ചെയ്യേണ്ട ഒരു ടോപ്പിക് ആയതുകൊണ്ടാണ്. അപ്പൊ ഇങ്ങനെ ഒരു ടോപ്പിക് നമ്മൾ പടമായിട്ട് ചെയ്ത് പുറത്ത് വന്നിട്ട് ഒരു ബ്ലോഗർ ഒരു വീഡിയോ ഇട്ടിരിക്കുകയാണ്. ഞാൻ ഇനി ഒരിക്കലും ഈ പടം കണ്ട ശേഷം എനിക്ക് ഫീൽ ചെയ്യാണ് ഞാൻ ഇനി ഒരിക്കലും അലീസ് വ്ലോഗ് എന്ന് പറഞ്ഞൊരു റീൽ ചെയ്തിരിക്കുകയാണ്. ഒരിക്കലും ഞാൻ നെഗറ്റീവായിട്ട് ഞാൻ ഒരിക്കലും റിവ്യൂ ചെയ്യില്ല. ബിക്കോസ് എൻ്റെ തോട്ട് പ്രോസസ് അല്ലെങ്കിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഭയങ്കര പോസിറ്റീവായിട്ട് ഇനി വീഡിയോ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ സിനിമന്റെ വിജയം തന്നെയാണ്. സോ ഐ ആം ട്രൂലി ഗ്രേറ്റ്ഫുൾ. അത് ഇതിന്റെ പാർട്ട് ഓഫ് ഇതിന്റെ ഒരു സോഷ്യൽ മീഡിയ ഇമ്പാക്ട് ജനങ്ങളിലേക്ക് എങ്ങനെ എത്തിക്കാൻ പറ്റുമെന്ന് കാണിക്കാൻ എൻ്റെ ഈ ഒരു ഫിസിക്കൽ ഫോമും എനർജിയും വെച്ച് ആൾക്കാരിലേക്ക് എത്തിപ്പെട്ടു എന്ന് വിചാരിച്ചാൽ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. താങ്ക് യു. ലാസ്റ്റ് 2 questions ആണ്. ഞാൻ ചേട്ടാ അതായത് ഇപ്പം അടുത്ത സിനിമ ഇറങ്ങാൻ പോകണത് ചേട്ടന്റെ സിനിമ ഇറങ്ങാൻ പോകണത് അതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് തന്നെ ഞാൻ 2.0 എന്നാണ്. അപ്പൊ ഇനിയും തൊട്ട് ഞാന്റെ ഹിറ്റ് പടങ്ങൾ മാത്രം പ്രതീക്ഷിച്ചാൽ മതി. എല്ലാം പ്രതീക്ഷിച്ചു. അല്ല അത് അതിന്റെ പ്രസ് മീറ്റ് ഉണ്ട് അടുത്ത ഇത് വരുന്ന 2 ദിവസം 23 റിലീസാണ്. അപ്പം പറയും നിർത്താം. ജോൺ ചേട്ടനോട് ഡയറക്ഷനിൽ ദിലീപേട്ടൻ സൂപ്പർ ഹീറോ ആയിട്ട് ഒരു ചിത്രം വരുന്നുണ്ടെന്ന് കേട്ടായിരുന്നു, ശരിയാണോ? ആ ശരി ശരി. ദിലീപേട്ട ചാന്തുപൊട്ട്, അതുപോലെ ചക്കരമുത്ത്, അതുപോലെ മായാമോഹിനി, അങ്ങനെ വ്യത്യസ്തമായ ദിലീപേട്ടന്റെ വ്യക്തിയിൽ നിന്നും ക്യാരക്ടറിന്റെ സവിശേഷത കൊണ്ട് ലുക്ക് കൊണ്ട് അപ്പിയറൻസ് എല്ലാം കൊണ്ട് വ്യത്യസ്തമായി ചെയ്ത സിനിമകളാണ്.
അതിനുശേഷം പിന്നീട് അങ്ങനത്തെ ഒരു സിനിമകൾ ദിലീപേട്ടൻ്റെ ഭാഗത്ത് വന്നിട്ടില്ല. ക്യാരക്ടർ അത് സ്ക്രിപ്റ്റ് ചൂസ് ചെയ്യേണ്ട അങ്ങനത്തെ സിനിമകൾ ഇനി വേണ്ട എന്ന് ഉദ്ദേശിച്ചിട്ടാണോ അതോ എന്തുകൊണ്ടായിരിക്കും? കാരണം അങ്ങനത്തെ മിക്ക സിനിമകളും അന്യഭാഷകളിലേക്ക് റൈറ്റ്സ് വിറ്റ് പോയിട്ട് അവിടെ ആർക്കും ചെയ്യാൻ പറ്റാണ്ട് ഇപ്പോഴും അത് ഡ്രോപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. അത് അവിടെയാണ് ദിലീപേട്ട ഒരു പ്രസക്തി നമ്മൾ എടുത്തു പറയേണ്ടത്. എന്തുകൊണ്ടാണ് ഇനി മുന്നോട്ട് അങ്ങനത്തെ ഒരു സിനിമകൾ വരാത്തത്? ഇല്ല, അങ്ങനെയുള്ള സിനിമകൾ ഞാൻ അങ്ങനെയുള്ളൊരു സിനിമ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. വേറെ ഒരു ലാസ്റ്റ് ഞാൻ ചെയ്തതിൽ 67 വയസ്സുള്ള കേശുവിനെയാണ് വേറെ ആളായിട്ട് ചെയ്തത്, പെർഫോം ചെയ്തത്. ഇനി അതിന് ശേഷമുള്ള കാര്യങ്ങളുള്ള സിനിമകൾ വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പുതിയ തലമുറയുടെ തന്നെ ഒരു സംവിധായകനായിരിക്കും. അപ്പോൾ അത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമകൾ ചെയ്യാനാണ് ഏതൊരു ആക്ടർക്കും നല്ലത്. നമ്മൾ നോർമലായിട്ട് അഭിനയിക്കുന്നതിനേക്കാൾ നല്ലത് പുതിയ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കും അറിയില്ല അവരുടെ സ്വഭാവം, അവരുടെ രീതികൾ, അവരുടെ സെന്റിമെന്റ്സ് എങ്ങനെയായിരിക്കും, അവരുടെ തമാശകൾ. അത് നമ്മളൊരു കഥാപാത്രമായി മാറി കഴിയുമ്പോഴാണ് നമുക്ക് 1-2 ദിവസം കഴിയുമ്പോഴാണ് നമുക്ക് തന്നെ അത് കിട്ടുന്നത്. അപ്പോൾ അത് ദിവസവും പെർഫോം ചെയ്ത് നമുക്ക് വേറൊരു എനർജിയാണ്. അയാളെ കുറിച്ച് പൂർണ്ണമായിട്ട് നമ്മൾ അയാളെ സ്ക്രീനിൽ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു എനർജി ഉണ്ടല്ലോ. അത് പ്രത്യേകിച്ച് ആ സിനിമകളൊക്കെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അത് ഏറ്റെടുത്തതിലാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ ഞാനും പലപ്പോഴും ചിന്തിക്കണ്ടേ, ഡിഫറെൻറ്റ് സിനിമകൾ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള സിനിമകൾ ചെയ്തപ്പോഴാണ് എനിക്ക് കണ്ടിന്യൂസ് 10-15 ഹിറ്റുകൾ എനിക്ക് കൂടുതൽ കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയുള്ള കഥകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള സിനിമകൾ വരുമ്പോൾ ആ രൂപത്തിൽ മൃഗേ സിനിമയിലെ ഒരു 3 വാക്കുകൊണ്ടാണ് അതിന്റെ ത്രെഡ് പറഞ്ഞത്. അതേപോലെ ദിലീപേട്ടനെ ഇംപ്രസ് ചെയ്ത ഏതെങ്കിലും കഥകൾ അടുത്ത കാലത്ത് വന്നിട്ടുണ്ടോ? 3 വാക്കുകൊണ്ട് ഒരു കഥ. അല്ല, നാട്ടിൽ പുലി ഇറങ്ങുന്നു, പുലിനെ പിടിക്കാൻ വേട്ടക്കാരൻ കൂടെ വന്നു, വേട്ടക്കാരൻ പുലിയേക്കാൾ വലിയ ശല്യം പോകുന്നു. ഒരുപാട് വാക്കുണ്ടല്ലോ. 3 വാക്കുകൊണ്ട് പറയും. അത് ആ രീതിയിൽ ഇംപ്രസ് ചെയ്യാൻ ആർക്കെങ്കിലും സാധിക്കും? 3 വാചകങ്ങളിലൂടെ അല്ല, അതുപോലെ പണ്ട് ഒരു 2-3 വാചകത്തിൽ നിന്നുണ്ടായതാണ് പറയുന്നത്. ഒരാളുടെ അപ്പനെ ബസ് ഇടിക്കുന്നു, ആ ബസ് കമ്പനിയായിട്ട് വലിയ കേസാവുന്നു, അവസാനം ആ മുതലാളി കോംപ്രമൈസ് ബസ് കൊടുക്കുന്നു, ആ ബസ് വാങ്ങിയ ഈ അപ്പനും മരിച്ചുപോയി, മകന് ആ ജീവിതം മൊത്തം പ്രശ്നമാവുന്നു എന്നുള്ളതാണ് പറക്കുന്നലിയുടെ വാചകങ്ങൾ. അങ്ങനെ അതുപോലെ മീശോന്ന് തുടങ്ങുന്ന സമയത്ത് ഒറ്റ വാചകമേ ഉള്ളൂ, കള്ളൻ പോലീസിനെ പിടിച്ചേ. അതിൽ നിന്നാണ് മീശവാദം ഉണ്ടാകുന്നത് എന്ന് പറയുന്ന പോലെ അതുപോലുള്ള സംഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതുമായിട്ട് ഞങ്ങൾ വരുന്നതാണ്. പത്രസമ്മേളനം തീരാറായി. എനിക്കൊരു പോകേണ്ട കാര്യമുണ്ട്. കാരണം വീട്ടിൽ അവിടെ ചിലപ്പോൾ വൈഫ് ചോദിക്കും, ചോദ്യം എല്ലാം കിട്ടിയോ? പോകേണ്ട നിങ്ങൾ ചോദിക്കാനൊന്നും ഒരു എനിക്ക് മനസ്സിലായി. അപ്പോ എനിക്ക് ഹോസ്പിറ്റലിൽ മോള് പറഞ്ഞു. അല്ല, മലയാള സിനിമയിൽ ഇവിടെ തന്നെ മലയാള സിനിമയിലെ ഇപ്പൊ അച്ഛൻ കഥാപാത്രങ്ങൾ ഇപ്പൊ വന്ന ഓഡിയോ ലോഞ്ചിന് പറയാറുണ്ട്. ഇപ്പൊ അച്ഛൻ കഥാപാത്രം ചെയ്ത് ഇപ്പൊ ഞാനും സിദ്ദിഖ് ഇപ്പൊ നിങ്ങളുടെ ഒരു മത്സരം പോലെയാണ്. ഇപ്പൊ ഒരു വൈബ് തന്ത എന്ന ലെവലിലോട്ട് ഇപ്പോ സെന്റിമെന്റ് ഇമോഷണൽ ഒക്കെ മാറിയിട്ട് നല്ല വൈബായിട്ട് അച്ഛന്മാരുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരുമാണ് മലയാള സിനിമയിൽ മലയാളികൾക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നത്. ശരിക്കും മത്സരം പോലെയാണ് നിങ്ങൾ തമ്മിൽ. ഞാനോ ആരോട്ട് പുള്ളി സച്ചിൻ ടെണ്ടുൽക്കർ, ഞാൻ ലീഗ് കളിക്കുന്ന ഒരു ചെറിയ അപ്പൊ എന്റെ വഴിക്ക് വിടുന്നു ഞാൻ. പിന്നെ ഈ സിനിമ ഞാൻ പറഞ്ഞു, ഇവിടെ പത്രസമ്മേളനം എനിക്ക് തോന്നുന്നു ചോദ്യങ്ങളെക്കാൾ കൂടുതൽ ഉത്തരത്തിന്റെ ലെങ്ത് കൂടിയതായിട്ട് എനിക്ക് തോന്നി. ഉത്തരം കുറച്ചുകൂടെ ഷോർട്ടായിട്ട് കുറെ കൂടെ ചോദ്യങ്ങൾ നമുക്ക് പറയാനും തോന്നി. കാരണം പക്ഷെ എല്ലാവർക്കും പറയാൻ ഒരുപാട് കാര്യങ്ങളുള്ളതുകൊണ്ട് ഈ സിനിമ ചോദിക്കുന്ന ചോദ്യം അതുപോലത്തെ അല്ലല്ല, ഞാൻ പറഞ്ഞത് ഇത് സന്തോഷം കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമില്ല. നമ്മൾ സാധാരണ പടത്തിന് മുമ്പ് എടുക്കും. അപ്പോൾ ഇത് ഭയങ്കര നന്ദിയുണ്ട് നിങ്ങളോട് എല്ലാവരും. കാരണം സിനിമ വിജയിച്ചിട്ട് അഭിമാനപൂർവ്വം ഇവിടെ ഇരിക്കുന്നു. ദൈവം സിനിമ ഓടിയത് എന്നൊരു സന്തോഷം. പ്രത്യേകിച്ച് ധ്യാനമായിട്ടൊരു വേദി പങ്കിടാനും അദ്ദേഹത്തിന് വിറ്റ് കൊടുക്കാനും സാധിച്ചല്ലോ. അങ്ങനെ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഇപ്പൊ ഈ ഉത്തരം കഴിയാൻ പോവാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. അപ്പൊ നമുക്ക് പതുക്കെ വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു. അപ്പൊ നമ്മള് വൈൻഡ് അപ്പ് ചെയ്യാണ്. പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ സക്സസ് ആക്കി എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി. അപ്പൊ പ്രിൻസ് ആൻഡ് ഫാമിലി കാണാത്ത പ്രേക്ഷകർ എല്ലാവരും ചിത്രം കാണുക. അപ്പം ദിലീപേട്ടന്റെ
150ാമത്തെ ചിത്രം. അതല്ല, ഞാൻ എന്റെ ഇവിടെ സാറ് പറയാൻ നിൽക്കുമായിരുന്നു. എനിക്ക് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഞാൻ ഇത്രയും സിനിമ നിർമ്മിച്ച ഒരാളാണ്. അതൊക്കെ എല്ലാവർക്കും അറിയാം. അല്ല, വീണ്ടും ഒന്നുകൂടെ പറയാണ്, ഞാന് അതായത് 150 രൂപ 200 രൂപ എടുത്ത് ടിക്കറ്റ് കാണുന്ന ഒരാൾക്ക് ഏത് സിനിമയെ വിമർശിക്കാം, അതിൻ്റെ അകത്ത് ഒരു പ്രശ്നമില്ല. ഈ ഒരു സിനിമ ഒരുപാട് പേരുടെ കഷ്ടപ്പാടുണ്ട്. ഒരാൾക്കിട്ട് മാത്രം അല്ല 2 പേർക്കിട്ടോ 3 പേർക്കിട്ടോ ടാർഗറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഒരുപാട് പേരെയാണ് വിഷമത്തിലാക്കുന്നത്. ഒരുപാട് എല്ലാ സിനിമകളും എഫോർട്ടുകളും ഉണ്ട്, പക്ഷെ നമ്മളെ ഒരു 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 മാസീവ് അറ്റാക്ക് എന്ന് പറയത്തില്ലേ, അങ്ങനെ ചെയ്തുകൊണ്ടിട്ടിരിക്കുകയാണ്. അപ്പൊ എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ സപ്പോർട്ടാണ്. നമ്മളെന്താണ് 5 പേര് എറിഞ്ഞോട്ടെ, 10 പേര് അല്ലെ 100 പേര് ഇപ്പറേ ഉണ്ട് എന്നാണ് നമ്മളൊക്കെ വിചാരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചോണ്ട് 100 രൂപയ്ക്ക് അല്ലെ 200 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ട് ആള് നമ്മുടെ സിനിമയുടെ ടോട്ടൽ കഥ പറയുകയാണ്, കഥാപാത്രങ്ങളെ എണ്ണി പറയുകയാണ്, നശിപ്പിക്കുകയാണ്. നിങ്ങൾ ഞാൻ ഒന്നും പറയുന്നില്ല, പേരെടുത്ത് ഒന്നും പറയുന്നില്ല, പക്ഷെ എന്താന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിച്ചു നോക്കി, അത് നശിപ്പിക്കുകയാണ്. അതിന്റെ ഇൻകം കിട്ടുന്നത് ആർക്കാണ്? അല്ലെങ്കിൽ ഞങ്ങളുടെ കഥാപാത്രങ്ങൾ അതിന്റെ പേരെടുത്തെല്ലാം പറയുമ്പോൾ ഞങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് അതിനെ റിമൂവ് ചെയ്യാൻ എത്ര നേരമാണ് ആക്ച്വലി. നമുക്ക് അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്, പക്ഷെ നമ്മളത് ചെയ്യുന്നില്ല. പക്ഷെ ഇതിന്റെ റീച്ച് പോയി ആദ്യം 50,000, 1 ലക്ഷം, 2 ലക്ഷം, 5 ലക്ഷം, 5 ലക്ഷം പേര് കാണുന്ന അല്ലെ 8 ലക്ഷം പേര് കാണുന്ന ഒരു വീഡിയോയിനെ ചിലപ്പോൾ ഒരു 10,000 പേരെ സ്വാധീനിക്കാൻ പറ്റും, 20,000 പേരെ ചിലപ്പോൾ സ്വാധീനിക്കാനായിട്ട് പറ്റും. പക്ഷെ നമ്മളത് റിമൂവ് ചെയ്യുമ്പോഴോ വേറെ കാര്യങ്ങളിലേക്ക് പോകുമ്പോഴോ അതും വീണ്ടും ഒരു ടോക്കായിട്ട് വരും എന്നുള്ളത് കൊണ്ടിട്ടാണ് നമ്മളത് ചെയ്യാത്തത്. ഒരു സിനിമയുടെ ഒരു കാര്യവും ഇഷ്ടപ്പെടാത്തത് നിങ്ങൾ നോക്ക്, നിങ്ങൾക്കറിയാം, നിങ്ങളുള്ളവർ തന്നെ വേറെ രീതിയിൽ ഉള്ള ആൾക്കാരാണ്, പക്ഷെ ഒരു കാര്യവും ഇഷ്ടപ്പെടാത്ത, ഒരു പോയിന്റ് പോലും ഇഷ്ടപ്പെടാത്ത ആളുകൾക്ക് അറിയാം, എന്തോ ചിരിച്ചോണ്ടിരിക്കും. അപ്പൊ അവരെല്ലാം വട്ടന്മാര്, അവരെല്ലാം കൊള്ളത്തില്ലാത്തവര്, അല്ല അവർക്ക് മാത്രം ഇഷ്ടപ്പെടുന്നത്. അത് മാത്രമാണ് ഇത്രയും സിനിമ നിർമ്മിച്ചിട്ട് നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം. അഭിപ്രായങ്ങൾ പറയാം, 100% വിമർശിക്കാം, നോ ഇഷ്യൂസ്, നോ പ്രോബ്ലം. പക്ഷെ നമ്മളൊക്കെ അത്ര റിസ്ക് എടുത്തിട്ടാണ് ഈ സിനിമകൾ നിർമ്മിക്കുന്നത്, ഈ പ്രൊഡ്യൂസേഴ്സ് അല്ല. അപ്പൊ നമുക്കൊരു നല്ലൊരു കാര്യം വരുമ്പോൾ ഞങ്ങളും അതിന്റെ ഒരു എൻജോയ്മെന്റിൽ കൂടെ കടന്നു പോക്കോട്ടെ. അതിനെ ഞങ്ങള് തകർക്കരുത്, ചെറിയ കുറച്ച് ആൾക്കാർ ചേർന്ന് തകർക്കരുത്. അത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഒരു അപേക്ഷയാണ്. സിനിമ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ ഒരു ഡയറക്ടർ, ഒരു പുതിയൊരു ഡയറക്ടർ, ഒരു അഭിലാഷാണ് ഒരു സിനിമ, ഒരു മ്യൂസിക് ഡയറക്ടർ, ഒരു റൈറ്റർ, എത്രയോ കഥാപാത്രങ്ങൾ, എത്രയോ ആർട്ടിസ്റ്റുകളുണ്ട് ഈ സിനിമയിൽ വർക്ക് ചെയ്തവര് എല്ലാം. അപ്പൊ നമ്മുടെ സിനിമ കണ്ടിട്ട് അതിനെ വിമർശിച്ചിട്ട് അതിന്റെ റവന്യൂ ആർക്കാണ് കിട്ടുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കിയത്. നിങ്ങൾക്കൊക്കെ ഈ ചെറിയ യൂട്യൂബ് നടത്തുന്നവരുണ്ടല്ലോ, അതിനൊരു ഇൻകം ഉണ്ട് അല്ലെ? ആ ഇൻകം ആർക്കാ കിട്ടുന്നത്? അതാണുള്ളൂ നമ്മുടെ പ്രശ്നമുള്ളൂ. നമ്മുടെ സിനിമയെ വിമർശിച്ചുകൊണ്ടിട്ട് അത് പറയുമ്പോൾ അടച്ചാക്ഷേപിക്കുക, അതൊരു തെറ്റായ കാര്യമായിട്ട് മാത്രമേ ഉള്ളൂ തോന്നിയിട്ടുള്ളൂ. താങ്ക് യു. ഒരിക്കൽ കൂടി ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും മാജിക് ഫ്രെയിംസിന്റെയും പ്രിൻസ് ആൻഡ് ഫാമിലി ടീമിന്റെയും പേരിൽ നന്ദി വരുന്നു. ദിലീപേട്ടന്റെ വാക്കുകളിലൂടെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇല്ല, ഞാൻ പറയുന്നത് നമ്മളെല്ലാവരും ക്യാമറയുടെ പിന്നിലും മുന്നിലും നിന്ന് വർക്ക് ചെയ്യുന്നവരാണ്. ശരിക്കും പറഞ്ഞാൽ സിനിമയായാലും മീഡിയയുടെ വേറെ വേർഷനാണ് സിനിമ. എല്ലാം സ്ക്രീനിൽ തന്നെയാണ് തെളിഞ്ഞു വരുന്നത്. നിങ്ങൾ ചെയ്യുന്ന ജോലിയും നമ്മൾ ചെയ്യുന്ന ജോലിയും. ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാം ഒരമ്മയുടെ മക്കളാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കലയിക്കാതെ ഒരു ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണമുള്ള കാര്യങ്ങളാണ് നമ്മളുടെ ഈ മീഡിയ. അത് സിനിമ, അത് TV ഉണ്ട്, അതുപോലെ നിങ്ങൾ ചെയ്യുന്ന ഇപ്പോൾ സോഷ്യൽ മീഡിയ അത്രയും സജീവമാണ്. അവിടെ എല്ലാവരും പണ്ട് സിനിമയിലാണ് അല്ലെങ്കിൽ നാടകത്തിലാണ് നമ്മൾ കലാകാരനെയും കലാകാരികളെയൊക്കെ നേരിട്ട് കാണുന്നത്. ഇന്ന് നിങ്ങളെല്ലാവരും കലാകാരന്മാരാണ്, കലാകാരികളാണ്, നിങ്ങൾ ടെക്നീഷ്യൻസാണ്. നിങ്ങൾക്ക് എഡിറ്റിംഗ് അറിയാം, നിങ്ങൾക്ക് സംവിധാനം അറിയാം, നിങ്ങൾക്ക് ക്യാമറ വർക്ക് ചെയ്യാൻ അറിയാം, നിങ്ങൾ തന്നെ റീലുകൾ ചെയ്യുന്നുണ്ട്. നമ്മൾ പല റീലുകൾ കാണുമ്പോഴും നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആണ് പല ആളുകളും ചെയ്യുന്നത്. വീട്ടമ്മമാർ ചെയ്യുന്നുണ്ട്, വെറുതെ റോട്ടിൽ നടക്കുന്ന ആൾക്കാർ വരെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും ടാലൻറ്റഡ് ആണ്, പക്ഷെ ഒരു ഗിവ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് ഉണ്ട്, മര്യാദ, ബഹുമാനം. അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുക എന്ന് പറയുന്നൊരു വലിയ വിഷയമുണ്ട്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് ശത്രുക്കളല്ല, നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് ജനങ്ങളിലേക്ക് നന്മ പകരുക എന്ന് പറയുന്നൊരു വലിയ വിഷയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സിനിമ വലിയ വിജയത്തിലേക്ക് മുന്നിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹവും സപ്പോർട്ടും നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. അത് കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കണം. തരൂലോ അല്ലേ?
യു വെരി മച്ച്. ഇതോടുകൂടി നമ്മുടെ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ സക്സസ് മീറ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി. പ്രിൻസ് ആൻഡ് ഫാമിലി കൂടുതൽ കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. മലയാളത്തിലെ ഏറ്റവും മികച്ച നടീനടന്മാരും മാജിക് ഫ്രെയിംസ് എന്നൊരു മികച്ച ബാനറിൽ ഒന്നിച്ച പ്രിൻസ് ആൻഡ് ഫാമിലി എല്ലാവരും കാണാത്തവരൊക്കെ കാണുക. നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും നന്ദി. ഇവിടെ എത്തിച്ചേർന്ന് പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ സക്സസ് മീറ്റ് വലിയ സക്സസ് ആക്കി എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു വെരി മച്ച് ഓഫ് യു. പോയിക്കോളാം, കുഴപ്പമില്ല, ഞാൻ നിർത്തി. അത് പറ്റൂലേ, അത് പറ്റൂലേ, ഇല്ല നിന്നല്ലേ അത് ഫോട്ടോ എടുത്തല്ലേ. എടാ ഇത് ഞാൻ ഊരാണ് അജ്മലെ.